ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കേരളീയരുടെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തി വെച്ചതാണ്. കഴുകി നല്ലപോലെ കുതിർത്തി വെച്ചതായിരുന്നു, അതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മധുരത്തിനാവശ്യമായ 4 അച്ച് ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകം ഒരു പിഞ്ചെടുത്തിട്ടുണ്ട്. പിന്നെ 4 ഏലക്കായ, 3 ചെറുപഴം, അത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് തേങ്ങാക്കൊത്താണ്. അതൊരു പിടി തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പച്ചരി നല്ല പോലെ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഏലക്കായുടെ ആ തുണ്ട് കളഞ്ഞിട്ട് ആ കുരു മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ചെറുപഴമാണെന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് 2 എണ്ണം മതിയാവും. അപ്പോൾ 2 ചെറുപഴമാണ് നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളത്, ചെറിയ പഴാട്ടോ. പിന്നെ ശർക്കര വേണമെങ്കിൽ നമുക്ക് ഉരുക്കിയിട്ടും ചേർക്കാം. അത് നമ്മൾ അതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, 1 കപ്പ് പച്ചരിയിൽ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണിത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കിട്ടേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് വളരെ കുറച്ച് മതി. നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഈ തേങ്ങാക്കൊത്തിൻ്റെ ടേസ്റ്റ് ഉണ്ണിയപ്പത്തിലേക്ക്. അപ്പോൾ കുറച്ചധികം തന്നെ അത് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബാലൻസ് വന്ന വെളിച്ചെണ്ണ കൂടി അതിലിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ജീരകം ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിന് കൊടുക്കുന്നത്. ഉണ്ണിയപ്പമൊക്കെ ഇഷ്ടമില്ലാത്തവരാരാളല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് ഉണ്ണിയപ്പം. ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 4-5 മണിക്കൂറൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചട്ടിയുടെ മുകളിലായിട്ട് തന്നെ വെളിച്ചെണ്ണ നിൽക്കണം, ആ രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ കുഴിയിലേക്കും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നൊരു ചട്ടിയാണിത്. നമ്മളായി വരുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല സ്പൂണോ പപ്പടക്കോലോ കത്തിയോ എന്താ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട്. അധികം എണ്ണ കുടിക്കുകയൊന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്കത് കോരി മാറ്റാം. അടുത്ത ട്രിപ്പും അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ണിയപ്പം. അപ്പോൾ ബാക്കി കൂടി അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കുറച്ച് കാലം സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും. പഴം ചേർക്കുക കാരണം ഇത് വല്ലാണ്ട് അങ്ങോട്ട് നമുക്ക് അധികം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ പഴം ഇതിൽ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം കാലം തന്നെ നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്തിക്കണമെന്ന് നോക്കാം. അവിടെ നന്നായി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ആ വെളിച്ചെണ്ണയുടെ ഒരു മണമൊക്കെ ഇട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം.